Applications of GIS, Geographical Information System, in transport planning. The applications of GIS in transportation planning are as follows. Okay, when GIS in the applications, transportation planning. First one, highway maintenance. Okay, satellites can show real-time images of highways and warn about the critical areas that are experiencing challenges. അപ്പോൾ സ്ഥിരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്ന ഏരിയാസ്, ഓക്കെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞു റോഡ് യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ട്രാഫിക് കൺജഷൻ വരുന്ന ഏരിയാസ്, അതെല്ലാം സാറ്റലൈറ്റ്സിലൂടെ മോണിറ്റർ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവിടുത്തെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും. ദിസ് ടെക്നോളജി സിഗ്നിഫിക്കൻറ്റ്ലി simplifies various decision-making aspects for the government and relevant authorities. Finally, the GIS transportation data about the highway structures are accessible and versatile, which is essential for road planning. Okay, അപ്പം ഇതിലൂടെ സാറ്റലൈറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് റോഡ് പ്ലാനിങ് ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യുന്ന തരത്തിൽ പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഇതിലുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഏരിയാസ്, ഹൈവേസിലുള്ള റിയൽ ടൈം ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും സാറ്റലൈറ്റ്സിലൂടെ. എന്നിട്ട് എവിടെയാണോ റിയൽ ടൈം പ്രശ്നങ്ങൾ വരുന്നത്, ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ചലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ അതോറിറ്റീസിന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഡാറ്റ നമുക്ക് റോഡ് പ്ലാനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ആക്സിഡന്റ് അനാലിസിസ്. ഓക്കെ, നമുക്ക് GISലൂടെ എവിടെയാണ് കറക്റ്റ് ആയിട്ട് ഇപ്പം ആക്സിഡൻസ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാഫിക് ആക്സിഡൻസ് കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റോഡുകളിൽ. അപ്പം നമുക്ക് കൃത്യമായിട്ട് എവിടെ നടന്നു, ഓക്കെ, അതിന്റെ റീസൺ എന്താണ്, ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ, ഓക്കെ, അല്ലെങ്കിൽ അവരെ ആക്സിഡന്റ് ആയവരെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് അവരെ കറക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാനെല്ലാം GIS സഹായിക്കുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്പോർട്ട് ആക്സിഡൻസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഇഷ്യൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഫേസസ് ഓൺ എ ഡെയിലി ബേസിസ്. വിത്ത് ദ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറാസ്, ഓക്കെ, CCTVs സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ it becomes extremely easy to address the location and get timely emergency help. ഓക്കെ, ആക്സിഡൻസിന്റെ കറക്റ്റ് ലൊക്കേഷനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എമർജൻസി ഹെൽപ്പും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടെല്ലാം ത്രൂ GIS പോസിബിൾ ആണ്. ഓക്കെ, ഇൻ ദിസ് ആസ്പെക്ട് GIS can act as a source of a report in the event of an accident, helping to identify the causes, participants and factors that entailed it, and it will be helpful in identifying and solving the issue if there are any irregularities in construction and ഡിസൈൻ ഓഫ് ഹൈവേസ്. അപ്പം ആക്സിഡൻസ് നടന്നത് എങ്ങനെയാണ്, ഓക്കെ, എന്താണ് അതിനുള്ള റീസൺ, ആരൊക്കെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്, ഓക്കെ, ആരുടെയൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ആക്സിഡൻസ് നടന്നിട്ടുള്ളത്, ഇനിയിപ്പം എന്തെങ്കിലും റോഡിലുള്ള കൺസ്ട്രക്ഷന്റെ പോരായ്മയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുന്നതിനെല്ലാം GIS സഹായിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് ആക്സിഡന്റ് അനാലിസിസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈവേ മെയിൻ്റെനൻസ്. ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അത് പ്രോപ്പറായിട്ട് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അതോറിറ്റീസിന് കിട്ടി അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ, ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. രണ്ടാമത്തത് ആക്സിഡന്റ് അനാലിസിസ്. ആക്സിഡന്റ് നടന്ന സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഹെൽപ്പും എല്ലാം പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പും എമർജൻസി ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ ആ ആക്സിഡന്റിനെ കോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ത്രൂ GIS പോസിബിൾ ആണ്. തേർഡ് വൺ, ട്രാഫിക് മോഡലിംഗ്. ഓക്കെ, ഇപ്പം കൺജഷൻ ഒക്കെ ഒരുപാടുള്ള ഏരിയാസിലാണെങ്കിൽ അല്ലെങ്കിൽ ടൗൺ ഏരിയാസിലൊക്കെ ആണെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാഫിക് ഡിസൈൻ ചെയ്യാനായിട്ട്, ഓക്കെ, എങ്ങനെ ഏതൊക്കെ രീതിയിൽ അവിടെ അറേഞ്ച്മെന്റ്സ് വരണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് GISലൂടെ പോസിബിൾ ആണ്. ഓക്കെ, നിലവിലുള്ള സാഹചര്യം ഐഡന്റിഫൈ ചെയ്ത് അവിടെ വരുത്താവുന്ന മോഡിഫിക്കേഷൻസ്, കൺജഷൻസ് കുറയ്ക്കാനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ത്രൂ GIS പോസിബിൾ ആണ്. മോസ്റ്റ് കൺട്രീസ് ഹാവ് അപ്ലൈഡ് GIS in transportation to improve traffic management and structure design.
GIS platforms enable traffic management modification for the different vast road network available in cities and towns, and it helps in reducing congestion. അപ്പോൾ ഓരോ ഏരിയാസ് അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് അവിടെ ട്രാഫിക് കൺജഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം ത്രൂ GIS ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ട്രാഫിക് മോഡലിങ്ങിനെ ഇത് സഹായിക്കുന്നുണ്ട്. റൂട്ട് പ്ലാനിങ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. When it comes to the route planning process, GIS and transportation always stand together. Planning new and improving the existing roadways is one of the key ways to improve traffic management while decreasing its cost. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡ് വേ ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ പുതുതായിട്ടുള്ള ഹൈവേസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ട്രാഫിക് മാനേജ് ചെയ്യാൻ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം അത് ഏറ്റവും പൈസ കുറച്ചിട്ട് വേണം. പുതിയ ഹൈവേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അലൈൻമെന്റ് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ആയിരിക്കണം. ആളുകളിൽ നിന്നെല്ലാം കുറച്ച് സ്ഥലം അക്വയർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ മാക്സിമം സ്ഥലം വരുന്ന രീതിയിൽ ലെങ്ത് കുറച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അലൈൻ ചെയ്യാൻ നമുക്ക് GIS ഹെൽപ്പ് ചെയ്യും. അതുപോലെ എക്സിസ്റ്റിംഗ് റോഡ്വേസിലുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ GISലൂടെ സഹായകമാണ്. അതായത് നിലവിലുള്ള പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ റോഡിൽ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താനായിട്ട് പറ്റും. അപ്പൊ ത്രൂ GIS നമുക്ക് നിലവിലുള്ള എക്സിസ്റ്റിംഗ് റോഡ്വേസ് ആണെങ്കിൽ അതിന്റെ ഇഷ്യൂസ് പ്രോബ്ലംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം നിലവിലുള്ള റോഡ് മോഡിഫൈ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു റോഡ് പ്ലാൻ ചെയ്യുന്നതിലോ ഒക്കെ GISന്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന റോഡ് നമുക്ക് ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ഏത് റൂട്ടിലൂടെ ട്രാവൽ ചെയ്യണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യാനും GIS യൂസ് ചെയ്യാം. GIS എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ റോഡിന്റെ സർഫസ് ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നല്ല ക്വാളിറ്റി റോഡ് നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾട്ടർനേറ്റീവ് റൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നല്ല ക്വാളിറ്റി റോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫ്യൂൽ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ടൈം നമുക്ക് വളരെ കുറച്ച് മതി. അതുപോലെ വെഹിക്കിളിന്റെ മെയിൻ്റെനൻസ് എല്ലാം കുറയും അല്ലെ. നല്ല റോഡ് നോക്കി ചൂസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് എല്ലാം കുറയും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും, ഫ്യൂൽ കൺസംഷൻ കുറയും. അങ്ങനെ നമുക്ക് ഏത് റൂട്ടിലൂടെ യാത്ര ചെയ്യണം എന്നുള്ളത് റോഡിന്റെ സർഫസ് ക്വാളിറ്റി നോക്കിയിട്ട് GISലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. GIS റോഡ് സർഫസ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യും. അതുവഴി നമുക്ക് നമ്മുടെ ഫുൾ യാത്രയുടെ ചെലവ് കുറയ്ക്കാൻ പറ്റും, ടൈം കുറയ്ക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ റൂട്ട് പ്ലാനിങ്ങിനെ GIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ, ഒന്ന് പുതുതായിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലും എക്സിസ്റ്റിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിലും GIS യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് ചൂസ് ചെയ്യുന്നതിലും GIS യൂസ്ഫുൾ ആണ്. ഇനി ഫിഫ്ത്ത് വൺ, എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ട്രാൻസ്പോർട്ടേഷൻ GIS ഡാറ്റ is widely applied for planning and construction of environment friendly roads, railways or airport. അപ്പൊ GIS എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡുകളും റെയിൽവേസും എയർപോർട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വൈഡ്ലി യൂസ്ഡ് ആണ്. With its assistance, experts can assess the potential damage to local ecosystem and animal life. അപ്പം ഇതുവഴി GIS വഴി അത് സറൗണ്ടിങ് എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എത്രമാത്രമാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചുറ്റുപാടുമുള്ള ആനിമൽസിന് കോസ് ചെയ്യുന്ന ഹാമും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആനിമൽസിന് അത് ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ആനിമൽസിനെ ബാധിക്കാം എന്നുള്ള ഡീറ്റെയിൽസും GISന്റെ സഹായത്തോടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതുവഴി നമുക്ക് നിലവിലുള്ള ആ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈവേ സിസ്റ്റം അല്ലെങ്കിൽ ഹൈവേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. It allows getting a better idea of the existing ecosystem before the construction is started. അപ്പം കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ എക്കോസിസ്റ്റത്തിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ത്രൂ GIS കിട്ടും. Additionally, powerful GIS processing solutions can predict the potential impact of construction. This is exceptionally important for both transportation and environmental
പ്രൊട്ടക്ഷൻ അതോറിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട്സ് നമുക്ക് ത്രൂ GIS നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതായത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എൻവയറമെന്റിന് വലിയ ദോഷമില്ലാത്ത രീതിയിൽ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നമുക്ക് അവിടെ ചെയ്യുകയും വേണം. അപ്പം രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, ഓക്കെ, അതായത് എൻവയറമെന്റിന് ഡാമേജ് വരുത്താതെ, ആനിമൽസിന് ഡാമേജ് വരുത്താതെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻവയറമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് GIS സഹായിക്കും. ട്രാൻസ്പോർട്ട് സേഫ്റ്റി മാനേജ്മെന്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പൊ ഒരു ജംഗ്ഷൻ വരുന്നു, ഓക്കെ, ജംഗ്ഷൻ വരാൻ പോവാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, അതുപോലെ റെയിൽവേ ക്രോസിംഗ് വരാൻ പോവാണ്, അതുകൊണ്ട് കോഷ്യസ് ആവുക. അങ്ങനെയുള്ള ഇൻഫോർമേഷൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഡ്രൈവർക്ക് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ പറ്റും, അതുവഴി ആക്സിഡന്റ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. Okay, another key aspect of GIS in transportation planning is the capacity to formulate regulations and inform the public on how to use certain transportation facility. അതായത് റോഡുകൾ യൂസ് ചെയ്യുമ്പോൾ അതായത് എങ്ങനെ യൂസ് ചെയ്യണം ഓരോ റോഡും, ഓക്കെ, അതിൽ യാത്ര ചെയ്യേണ്ട സ്പീഡ്, ഓക്കെ, അതിൽ വരാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ജംഗ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുക എന്നുള്ള ഒരു റോള് GIS-നുണ്ട്. Okay, for example, drivers can receive information about various crossroads and even railway crossing points. This can, in fact, significantly reduce the chance of accidents and becomes essential for any country. അപ്പം ആക്സിഡൻസ് കുറയ്ക്കാൻ പറ്റും അല്ലെ, ഇതുപോലെ ഇൻഫോർമേഷൻസ് മുൻകൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ. ജംഗ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന റോഡാണ്, ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിൾസ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന റോഡാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, കീപ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലെല്ലാം ഇൻഫോർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവർക്ക് കിട്ടുവാണെങ്കിൽ അല്ലെ, അപ്പോൾ നമുക്ക് ആക്സിഡൻസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, GIS in transport planning can also be valuable in gathering information about any point on a roadway, on a patch of railway track or near a transportation facility. This greatly helps to plan the road ahead and prevent harm from കമ്മിങ് അബൌട്ട്. അപ്പൊ ഇതില് നമുക്ക് ഓരോ ഏരിയയെ കുറിച്ചും ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയെ കുറിച്ച്, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് അല്ലെങ്കിൽ വരാൻ പോകുന്ന റെയിൽവേ ട്രാക്കിനെ കുറിച്ച് അതിന്റെ ഇൻഫോർമേഷൻ, അതിലൂടെ പാസ് ചെയ്യുന്ന വരാൻ പോകുന്ന ട്രെയിനിന്റെ ടൈമിങ്, കാര്യങ്ങൾ, ഇൻഫോർമേഷൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ, അതുപോലെ ബ്രിഡ്ജിന്റെ ഡീറ്റെയിൽ, ഓക്കെ, ബ്രിഡ്ജ് വരുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അപ്പോൾ അവിടെ യാത്ര ചെയ്യേണ്ട വെഹിക്കിളിന്റെ സ്പീഡ്, യാത്ര ചെയ്യുമ്പം നമ്മൾ പോവേണ്ടിയ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുവാണെങ്കിൽ, ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് യാത്രയിലുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, കുറച്ചും കൂടി കോഷ്യസ് ആയിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോ ഏരിയയെ കുറിച്ചും അതുപോലെ ഓരോ പോർഷൻസിന് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ ഒരു സ്ഥലത്ത് കൺജഷൻ വരുവാണെങ്കിൽ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ഡ്രൈവേഴ്സിന് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ GIS-ലൂടെ നമുക്ക് പോസിബിൾ ആണ്. ഇന്റർസെക്ഷൻ അനാലിസിസ്. ഓക്കെ, ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജംഗ്ഷൻസ് പ്ലാൻ ചെയ്യാന്നുള്ളത് അല്ലെ. അതായത് മാക്സിമം ജംഗ്ഷനിലെ കൺജഷൻ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ് അവിടെ പോസിബിൾ ആവണം. Okay, intersection analysis is one more mapping aspect mostly implemented into GIS cloud solutions to process large amounts of data. This is highly valuable for urban traffic as it helps to address traffic volume challenges through different angles. അപ്പോൾ ഒരു ജംഗ്ഷനിൽ നമുക്ക് പല ആംഗിൾസിൽ ആ റോഡുകൾ പ്രൊവൈഡ് ചെയ്യാം. റോഡ് വന്ന് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിൽ മാത്രമല്ല, പല ആംഗിൾസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ ജംഗ്ഷനിലേക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ വരാവുന്ന വോളിയം ഓഫ് ട്രാഫിക് വെച്ചിട്ട് പല ആംഗിൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും ഓരോ ജംഗ്ഷൻസും. ഓക്കെ, അങ്ങനെ ഓരോ ഡിഗ്രീസിലുള്ള, അതായത് ഓരോ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതോറിറ്റീസിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഏത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഒരു ജംഗ്ഷനിൽ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 90 ഡിഗ്രിയിലല്ല, പല ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അവിടുത്തെ ട്രാഫിക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും.
അതായത് അവിടെ കൺജഷൻ വരാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും. അത് ഏത് കറസ്പോണ്ടിങ് ആംഗിൾസിലാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ഇതുവഴി നമുക്ക് GIS ത്രൂ ഇന്റർസെക്ഷൻ അനാലിസിസ് ചെയ്യുന്നത് വഴി ഐഡന്റിഫൈ ചെയ്ത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഏത് ആംഗിളിൽ പ്രൊവൈഡ് ചെയ്യണം ആ ഒരു ജംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, ബൈ ടെസ്റ്റിംഗ് ഈച്ച് ഓഫ് ദി ഇന്റർസെക്ഷൻ ഡിഗ്രീസ് അതോറിറ്റീസ് ക്യാൻ വെരിഫൈ ദ എഫിഷ്യൻസി ഓഫ് ദ പ്രൊപ്പോസ്ഡ് അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. And last one, transport network development planning. GIS can also perform structure simulations before the actual construction process. അപ്പം കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഫുൾ നമുക്ക് അതിന്റെ പിക്ചർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ 3D പ്രൊജക്ഷൻസ് നമുക്ക് ത്രൂ GIS എടുക്കാൻ പറ്റും. ഓക്കെ, എക്സ്പേർട്സ് ക്യാൻ ഗെറ്റ് എ 3D പ്രൊജക്ഷൻ ഓഫ് ദ പ്രൊജക്ട് പ്ലാൻ. അതുപോലെ ഇപ്പം നമ്മളൊരു ഏരിയയിൽ ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തു, അതിന്റെ പ്ലാനിങ് പ്രകാരം 3D പ്രൊജക്ഷൻ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള സ്പേസുകളിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതായത് ഇപ്പം എന്തെങ്കിലും ഫ്യൂച്ചർ ഹൈവേസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ്, ഓക്കെ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് റൂട്ട്സ്, അതുപോലെ എയർപോർട്ട് അല്ലെങ്കിൽ പോർട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് GIS ടെക്നോളജിയിലൂടെ ഐഡന്റിഫൈ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസൈൻ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു ഏരിയയിലുള്ള ഭാവിയിൽ വരാവുന്ന ഹൈവേസിന്റെ കാര്യങ്ങളും പോർട്ടുകളുടെ കാര്യങ്ങളെല്ലാം അതിനൊരു ടെംപ്ലേറ്റ്. അപ്പോൾ ആ ടെംപ്ലേറ്റ് പിന്നീട് ഡെവലപ്പ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാനിങ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് പ്രോസസ് ഒക്കെ വളരെ എളുപ്പത്തിലാക്കാൻ ഇത് വഴി സഹായിക്കും. Okay, this can greatly benefit tracking the process and evaluating the progress of transport network development. അപ്പം ഇതുവഴി ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് പ്ലാനിങ്ങിൽ നമുക്ക് ഓരോ വർക്കിന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ സ്റ്റേജ് എത്രയാണ്, ഇനി എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതെല്ലാം നമുക്ക് ത്രൂ GIS ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.